ഹായ് നമസ്കാരം. നമുക്കിന്ന് ഒരു ഇലക്ട്രോണിക്സ് കീബോർഡാണ് റിപ്പയറിങ്ങിന് വന്നത്. ഇത് വർക്കാവാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. തീരെ വർക്കാവത്തില്ലെന്ന് കരുതി ഒരു മൂലക്കിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറും സുഹൃത്തുമായ ദിവ്യ നമ്മളെ ഇത് ഏൽപ്പിച്ചത്. നമുക്ക് ഇത് എന്താണ് ഇതിന് പറ്റിയതെന്ന് നമുക്ക് നോക്കിയിട്ട് റെഡിയാക്കാം. ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി ഇടുന്നത്. കണ്ടില്ലേ, ഈ ബാറ്ററി ഇടുന്ന സ്പ്രിങ്ങും കാര്യങ്ങളെല്ലാം തുരുമ്പ് പിടിച്ച് മൊത്തത്തിൽ പോയി നാശമായി. ഇപ്പോൾ ഇത് ബാറ്ററി ഇട്ടാലും വർക്കാവത്തില്ല. കാര്യങ്ങൾ മൊത്തം തുരുമ്പായിട്ട് വോൾട്ടേജ് അങ്ങോട്ട് എത്തത്തില്ല. പിന്നീടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് 5 വോൾട്ട് DC നമ്മുടെ മൊബൈൽ ചാർജറിൽ ഡയറക്റ്റ് കുത്തി നമുക്ക് പ്ലേ ആക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചാർജ് കുത്തി നോക്കിയായിരുന്നു, എന്നിട്ടൊന്നും അനക്കമൊന്നുമില്ല. അപ്പം ഇതിനൊരു ഇളക്കമുണ്ട്, ചാർജർ കുത്തുമ്പം കിടന്നിങ്ങനെ ആടുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബോർഡിനകത്ത് ഇളകിയായിരിക്കും. നമുക്കത് അഴിച്ചു നോക്കിയാൽ അറിയത്തുള്ളൂ ഇതിൻ്റെ അവസ്ഥ എന്തുവാന്നേ. നമുക്കൊരു ലിഥിയം അയൺ ബാറ്ററിയുടെ മൊഡ്യൂൾ ഉപയോഗിച്ചിട്ട് അത് ബാറ്ററി ചാർജ് ചെയ്ത് ഈ പോർട്ടിൽ കൂടെ തന്നെ അത് കണക്ഷൻ കൊടുക്കുന്ന രീതിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അത് വളരെയധികം എളുപ്പത്തിൽ നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ബാറ്ററി ഇടയ്ക്കിടയ്ക്ക് മേടിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. നമുക്കിതിൻ്റെ സ്ക്രൂ എല്ലാം ഓരോന്നോരോന്നായിട്ട് അഴിച്ചെടുക്കാം. അഴിച്ചെടുത്തപ്പോൾ ഇതിൻ്റെ അകവശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ 5 വോൾട്ട് കുത്തുന്ന പിന്ന് ഇളകിയിരിക്കുകയാണ് ബോർഡിൽ നിന്ന്. നമുക്ക് പുതിയൊരു പിന്ന് ആഡ് ചെയ്ത് കൊടുക്കാം, ഇളകാത്ത രീതിയിൽ സോൾഡർ ചെയ്ത്. അപ്പോൾ ഇതിനകത്ത് ലിഥിയം അയൺ ബാറ്ററി നമ്മളിങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ വേറെ വീഡിയോക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ. ഇതിന് 1.5ൻ്റെ 4 ബാറ്ററി, അതായത് 6 വോൾട്ടാണ് വേണ്ടതെങ്കിലും നമുക്ക് 3.7 വോൾട്ടേജ് ബാറ്ററിയിൽ ഇത് സിമ്പിളായിട്ട് വർക്കാവും. വേറെ ഒരു പ്രശ്നവും ഇതിന് വരാനില്ല. സാൻഫോർഡ് എന്ന കമ്പനിയുടെ അത്യാവശ്യം നല്ലൊരു ബാറ്ററിയാണ് നമ്മളിതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. 3.7 3.8 വോൾട്ടേജോളം കാണിക്കുന്നുണ്ട്. നമുക്കിതിനകത്ത് പൊളാരിറ്റി മാറാതെ തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. പൊളാരിറ്റി മാറിപ്പോയി കഴിഞ്ഞാൽ ബോർഡ് പോകാൻ സാധ്യതയുണ്ട്. വൃത്തിയായിട്ടത് ബോർഡിൽ നമ്മൾ സോൾഡർ ചെയ്തിട്ട് ചാർജർ കുത്തി നോക്കിയപ്പോൾ ചാർജ് കയറുന്നുണ്ട്. സേഫായിട്ട് ഇത് ചാർജ് ആയിക്കോളും. ചാർജിങ് മൊഡ്യൂൾ നമ്മൾ ഈ രീതിയിലാണ് അകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട്. അതിലൂടെ റെഡ് ഇൻഡിക്കേറ്ററും ഫുള്ളായി കഴിയുമ്പോൾ ബ്ലൂ ഇൻഡിക്കേറ്ററും കാണാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇലക്ട്രോണിക്സ് കീബോർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നത്തെ പോലെ നമ്മുടെ അബുക്കുട്ടനാണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോഴേ ഇതുപോലെ കംപ്ലൈൻ്റ് ആയിരിക്കുന്ന പല സാധനങ്ങളും നിങ്ങളുടെ വീട്ടിലുണ്ടാവും. കുട്ടികളുടെ കളിപ്പാട്ടങ്ങളാകട്ടെ, ഇതുപോലുള്ള മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ആകട്ടെ, വളരെ നിസ്സാര കംപ്ലൈൻറ്റേ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതൊക്കെ ഈസി ആയിട്ട് ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. വെറുതെ നമ്മൾ ആക്രിക്ക് കൊടുക്കണ്ട. ടിങ് 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 അതിൽ അറിയത്തില്ല.